ഹലോ എവരിവൺ. അപ്പോൾ നമുക്കൊരു പൈനാപ്പിൾ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പൈനാപ്പിളും നമ്മുടെ എരിവിന് വേണ്ട പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിക്ക് മിക്സാക്കി നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് മൂടി വെച്ച് ഇതൊന്ന് ഈ വെള്ളം പറ്റുന്നിടം വരെ നിന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഒന്നിൽ ശർക്കര പാനിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരമുറി തേങ്ങയ്ക്കകത്ത് 3-4 കൊച്ചുള്ളിയും 2-3 വെളുത്തുള്ളിയും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തേങ്ങ നല്ല രീതിക്ക് അരച്ച് നമുക്ക് ഇതിലോട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കട്ടത്തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്ക് മിക്സായി ഇതൊന്ന് കുമ്പള വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. വേറൊരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും പൊട്ടിച്ച് 3-4 പച്ചമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടതിന് നമ്മുടെ ഇവിടെ വറവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് നമ്മുടെ പൈനാപ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നിടം വരെ ബായ്.